ആ മനസ്സിനെ ഒരു നിമിഷമെങ്കിലും ശാന്തമാക്കാൻ ഒരു ചെറിയ വെളിച്ചം അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ മതി. ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ആ ദീപത്തിലേക്ക് നോക്കി അതിൽ കൂടെ ദൈവവും നമ്മൾക്കും സംഭാഷണം നടത്താം. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലാവും. അതിനാണ് ദിവസവും വീട്ടിൽ മുടങ്ങാതെ ഒരു ദീപം വെച്ചാൽ, അത് നിങ്ങൾ ഇഷ്ട ദൈവങ്ങളുടെ മുന്നിൽ പ്രത്യേകിച്ചും വച്ചു കഴിഞ്ഞാൽ ആ ദീപത്തിലൂടെ നമ്മളോട് സംസാരിക്കും ഭഗവാൻ. നമ്മൾ ഏത് രൂപത്തിലാണോ നമ്മൾ കാണുന്നത്, ഏത് രൂപത്തിലാണ് ഭഗവാനെ കാണാൻ ഇഷ്ടപ്പെടുന്നത്, ആ രൂപത്തിൽ ആ ദീപത്തിൽ വന്ന് ഇരുന്ന് നമുക്ക് ദർശനം തരും. ഇപ്പോൾ ഞാൻ അങ്ങനെ ഇത് വെളിയിൽ കാണിക്കാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു വിശ്വാസം വരാൻ, നിങ്ങളിലെ കൂടെ ആ ഒരു വിശ്വാസം വന്ന് നിങ്ങൾ ദിവസവും വീട്ടിലൊരു ദീപം വയ്ക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് തോന്നിക്കാൻ, അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ഇതിപ്പോൾ ഒരു പ്രാവശ്യത്തെ ഒന്നുമല്ല, പല പ്രാവശ്യം പല സമയങ്ങളിൽ എനിക്ക് ദീപത്തിൽ എനിക്ക് ഇതേമാതിരി ഭഗവാൻ കാഴ്ച തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതാവോ. ഇപ്പം ചിലർ പറയും ഇങ്ങനെ വിളക്ക് കത്തിക്കുമ്പോൾ ഈ ദീപത്തിൽ ഇങ്ങനെ പൂ പോലെ കാണുന്നത് അത് മറ്റെന്തോ ആണ്, അതിൻ്റെ കരി അടിഞ്ഞു കൂടുന്നതാണെന്ന്. ആ കരി അടിഞ്ഞു കൂടുന്നത് എന്താണ്? നമ്മുടെ മനസ്സിലെ വിഷമതകൾ, നമ്മുടെ സംഘർഷാവസ്ഥകൾ, നമ്മളിലുള്ള നെഗറ്റീവായ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു അവസ്ഥകൾ, അതെല്ലാം ആ ദീപം ആവാഹിക്കുകയാണ്. ആ ദീപത്തിലൂടെ അത് ഇല്ലാതാകുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു രൂപാന്തരമാണ് ആ ദീപത്തിൽ കാണുന്ന ആ ഒരു പൂവ് പോലെ നമ്മൾക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള പല രീതിയിലുള്ള ചിന്താഗതികളെല്ലാം മഞ്ഞുപോലെ അലിഞ്ഞു പോകുന്ന അവസ്ഥ, അതെല്ലാം അവിടേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. ആ ദീപം അതെല്ലാം ഒബ്സർവ് ചെയ്യുകയാണ്. അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ബാധാദോഷമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് എടുക്കുകയാണ് ഭഗവാൻ. അതിലൂടെ നമ്മളെ ക്ലിയർ ചെയ്ത് തരികയാണ്. അപ്പോൾ ആ ദീപത്തിൽ നമ്മൾ ആഗ്രഹിച്ചാൽ ഭഗവാൻ വന്ന് അവിടെ കാഴ്ച തരും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്, നീ എന്നെ മനസ്സിലാക്കി, നീ എന്നിലേക്ക് ഭക്തി വയ്ക്ക്, നിൻ്റെ എല്ലാ വിഷമങ്ങളും കഷ്ടങ്ങളും നീ എനിക്കിതാ, ഞാനത് സ്വീകരിച്ച് നിന്നെ ഞാൻ ഒരു നൈർമല്യമുള്ളവനാക്കാം, നിഷ്കളങ്കനാക്കാം. അതിൻ്റെ ഉദാഹരണമാണ് ഭഗവാൻ ആ ഒരു സമുദ്രമഥനം കഴിയുമ്പോൾ ആ വിഷം കുടിക്കുന്നത്. ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിഷം കുടിച്ചവനാണ്. അതേപോലെ തന്നെ നമ്മൾ ദിവസവും ഭഗവാനെ സ്മരിച്ചൊരു ദീപം വെച്ചാൽ, ഭഗവാന്റെ തിരുമുൻപിൽ ഒരു വിളക്ക് വെച്ചാൽ, ആ വിളക്കിൽ ഇരുന്ന് നമ്മുടെ പ്രശ്നങ്ങളെ തീർക്കും ഭഗവാൻ. അതാണ് ഈ ഒരു കാഴ്ചയുടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതാണ് ഞാൻ മനസ്സിന് ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ ഭഗവാന് മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ ദീപത്തിലേക്ക് തന്നെ നോക്കിയിരിക്കും. എൻ്റെ പതിവ് അതാണ്. കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരും. അത് കരയുവാണോ സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഒത്തിരി നേരം ഞാൻ ഇരിക്കും. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ മനസ്സ് ഒരുപാട് സമാധാനം അനുഭവിക്കുന്നതായിട്ട് അറിയാം എനിക്ക്. ഒത്തിരി വിഷമങ്ങളൊക്കെ വരുമ്പം പെട്ടെന്ന് ഞാൻ ഒരു ദീർഘനിശ്വാസം വിട്ടിട്ട് പെട്ടെന്ന് എൻ്റെ വായിൽ വരുന്നത് നമഃശിവായ നമഃശിവായ നമഃശിവായ. അത് ഒരു 10-15 പ്രാവശ്യം ഞാനത് ആ ഒരു മന്ത്രം ജപിച്ച് കഴിയുമ്പോഴേക്കും എന്നിലുണ്ടായിരുന്ന ആ ഒരു വിഷമമൊക്കെ പെട്ടെന്ന് മാറും. ഇതാണ് എൻ്റെ പൂജ, ഇതാണ് എൻ്റെ പരിഹാരം. അപ്പോൾ ഇത് എത്ര പേർക്കത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാൻ അനുഭവിക്കുന്ന സത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശീലത്തിലൂടെ ഞാൻ കടന്നു വന്ന് പിന്നെ VMCയിലെ ആനാപാനസതി ധ്യാനത്തിലൂടെ വന്ന് സീമാജിയുടെ ഓരോ കർമ്മപ്രക്ഷാളന ധ്യാനത്തിനെ പറ്റിയുള്ള നമ്മുടെ കർമ്മങ്ങളെ പറ്റിയുള്ള പല വിഷയങ്ങൾ എല്ലാം അറിയുക മാത്രമല്ല, ഞാനതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുകയായിരുന്നു.
പകർത്തി ഞാനത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ അതിന് ഞാൻ ഒരുപാട് കടമപ്പെട്ടിരിക്കുകയാണ് സീമാജിയോടും പത്രിജിയോടും സുഭാഷ്ജിയോടും VMC മെഡിറ്റേഷൻ ചാനലിനോടും ഒക്കെ. പലരും അത് ഒരുപാട് മണിക്കൂറുകൾ ദൈർഘ്യമുള്ളതാണ് ആ വീഡിയോകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത്, അതിനെ അവഗണിക്കുന്നുണ്ട്. പക്ഷേ ആ 3 മണിക്കൂറോ അല്ലെങ്കിൽ 2.5 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ആ സമയം നിങ്ങൾ ചിലവഴിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള നിങ്ങളുടെ മോചനമാണത്. കാരണം ആ സത്യങ്ങൾ മനസ്സിലാക്കി ആ ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറുകയാണ്, നിങ്ങളുടെ ആത്മാവ് പ്രകാശിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള ആ ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു വഴിയാണ് ഈ ഭക്തിമാർഗങ്ങളെല്ലാം. അമ്പലത്തിൽ പോകുന്നതും അവിടെ പോയിരുന്ന് ഭഗവാനെ ദർശിച്ച് 5 മിനിറ്റ് അവിടെ പോയിരുന്ന് ആ ശ്വാസത്തിലൂടെ ഭഗവാനെ അറിഞ്ഞ് ദിവസവും വീട്ടിൽ ഓരോ വിളക്ക് കൊളുത്തി അവിടെ ഇരുന്ന് ആ സന്ധ്യാസമയങ്ങളിൽ നാമം ചൊല്ലി ഇതിലൂടെ എല്ലാം നമ്മൾ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ഭഗവാൻ അറിയാം. നമ്മളെ മാറ്റും. അതിനുള്ള എല്ലാ വഴികളും നമ്മൾക്ക് കൺമുന്നിൽ എത്തിച്ചു തരും. അതിനെ സ്വീകരിക്കുക, അതിനെ പിന്തുടരുക. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഒരു വീഡിയോ റെഡിയാക്കിയത്. ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ശിവഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു മാസമായ കാർത്തിക മാസത്തിലെ ഇവിടെ അണ്ണാമല ജ്യോതിയാണ്. അപ്പോൾ ഇന്നല്ല 4-ാം തീയതി. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഈ കാർത്തിക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഞാനിന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ എൻ്റെ ഭഗവാൻ ഈ ദീപത്തിൽ വന്നിരുന്ന് എന്നോട് സംസാരിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷം തന്ന കാര്യമാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിലാണ് ദൈവം. ആ ഒരു വിശ്വാസത്തോടെ ദിവസവും നിങ്ങൾ സമയം എടുത്ത് നിങ്ങളൊരു ദീപം വയ്ക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുമ്പോൾ ആ ദീപത്തിലൂടെ ഭഗവാൻ വന്ന് നിങ്ങളോട് സംസാരിക്കും. ഓക്കെ കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.